ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അവർ ചാനൽ മൈ ട്രിക്സ് ആൻഡ് ടിപ്സ്. ഞാൻ നിങ്ങളോടൊപ്പം സീനത്ത് സലീം ഫ്രം കാലിക്കറ്റ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പോട്ടി മിക്സിൻ്റെ വീഡിയോ ആയിട്ടാണ്. അതായത് മഴക്കാലത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ചെറിയ കൃഷികളാണ് വഴുതനങ്ങ കൃഷി, വെണ്ടയ്ക്ക കൃഷിയൊക്കെ. നമുക്ക് വലിയ കുഴപ്പമില്ലാതെ മഴക്കാലത്ത് കൃഷി ചെയ്യാൻ പറ്റുന്ന രണ്ട് ഐറ്റമാണ് ഇത് രണ്ടും. അപ്പോൾ ഇത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്നൊരു മണ്ണ് തയ്യാറാക്കിയാലോ. അപ്പോൾ ആ മണ്ണ് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ ആണ് നമ്മൾ അതിൽ ചേർക്കേണ്ടത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പിന്നെ നമ്മൾ ഗ്രോ ബാഗിലാണ് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്നുള്ളത് പ്രസ് ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മൾ മണ്ണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ഐറ്റംസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വീടുകളിൽ തന്നെ ലഭ്യമായിട്ടുള്ള സാധനങ്ങളാണ്. 1-2 സാധനങ്ങൾ മാത്രം കടകളിൽ നിന്ന് വാങ്ങിച്ചാൽ മതി. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് മണ്ണാണ്. അപ്പോൾ മേൽമണ്ണ് കിട്ടുകയാണെങ്കിൽ മേൽമണ്ണ് എടുക്കുക. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് മേൽമണ്ണല്ല, കുറച്ച് അടിയിലോട്ടുള്ള മണ്ണാണ്. ആദ്യം നമുക്ക് ഈ മണ്ണിലുള്ള വലിയ കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ എടുത്തു മാറ്റാം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് വേപ്പും പിണ്ണാക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് നമ്മൾ എടുക്കുന്ന മണ്ണ് എത്രയാണോ എടുക്കുന്നത്, അതായത് ഇപ്പോൾ ഒരു കുട്ടയിൽ മണ്ണാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു കൈപ്പിടിയിലൊക്കെ വേപ്പും പിണ്ണാക്ക് ചേർത്താൽ മതി. നമ്മൾ മേൽമണ്ണാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ കരിയില ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ അടിയിലോട്ടുള്ള മണ്ണ് എടുത്ത കാരണമാണ് കരിയില ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഒരു കൂട്ടയിൽ നിറയെ പൂഴിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മളിപ്പോൾ ഇവിടെ ഒരു 5 കൂട്ടയോളം മണ്ണ് എടുത്തിട്ടുണ്ട്. അതിനാണ് നമ്മൾ ഒരു കൂട്ടയിൽ മണലെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഒരു കൂട്ടയിൽ ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. ചാണകപ്പൊടി നമുക്ക് ഒരു 2 കൂട്ട വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഒരു ബക്കറ്റിലാണ് ഇതെടുത്തിട്ടുള്ളത്. അതായത് കൊക്കോപീറ്റാണ്. കൊക്കോപീറ്റ് നിങ്ങൾക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. കൊക്കോപീറ്റ് നമുക്ക് പുറത്ത് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ നമ്മളിതിൽ ചേർക്കുന്നത് എല്ലുപൊടിയാണ്. അപ്പോൾ ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് ഈ ഒരു മണ്ണ് തയ്യാറാക്കുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ എല്ലുപൊടിയൊക്കെ ചേർക്കുന്നത് കാരണം ഈ മണ്ണിൽ നമുക്ക് ഡയറക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ, അതായത് ഇന്ന് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇന്ന് തന്നെ നമുക്ക് ഇതിൽ വിത്തോ ചെടികളോ നടാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ മണ്ണ് തയ്യാറാക്കിയിട്ട് കുറഞ്ഞതൊരു 10 ദിവസമെങ്കിലും നമ്മൾ വെച്ചതിന് ശേഷം മാത്രമേ അതിൽ വിത്തുകളായാലും ചെടികളായാലും നടാൻ പാടുള്ളൂ. അതായത് മണ്ണുമായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സായി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ വിത്തുകളും ചെടികളും നടാൻ പാടുള്ളൂ. അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ എല്ലായിടത്തും ഒരേപോലെ എത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ എല്ലുപൊടി ചേർത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക്, അതായത് ഈ മണ്ണിലേക്ക് പുഴുക്കളും ഉറുമ്പുകളും ഒക്കെ നല്ലോണം വരും. അതുകൊണ്ട് പേടിക്കുകയൊന്നും വേണ്ട. അതായത് കീടങ്ങളുടെ ആക്രമണം തടയാൻ വേണ്ടിക്കൊണ്ടാണ് നമ്മൾ വേപ്പും പിണ്ണാക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ എന്താവശ്യത്തിനായാലും മണ്ണ് തയ്യാറാക്കുമ്പോൾ അതിൽ വേപ്പും പിണ്ണാക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം മണ്ണിൽ എന്തെങ്കിലുമൊക്കെ കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നശിച്ചു പോകാനായിട്ട്, ചെടികൾ ആക്രമിക്കാതിരിക്കാനൊക്കെ ഈ വേപ്പും പിണ്ണാക്ക് വളരെ സഹായകമാകും. അത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എല്ലുപൊടി ചേർക്കുന്ന എന്തിനും നിങ്ങൾ എല്ലുപൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് വേപ്പും പിണ്ണാക്ക് ചേർത്ത് കൊടുക്കുക. കാരണം ആ വേപ്പും പിണ്ണാക്കിൻ്റെ സ്മെല്ല് ഉള്ളത് കൊണ്ട് തന്നെ ഈ കീടങ്ങളൊന്നും അത്ര പെട്ടെന്ന് ഈ മണ്ണിൽ വന്ന് ആക്രമണം തുടങ്ങില്ല. പിന്നെ എന്ന് വെച്ചാൽ പൂച്ച, നായ അതുപോലെയുള്ള മൃഗങ്ങളൊക്കെ വന്നിട്ട് ഈ മണ്ണ് കോതി മാറ്റാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. കാരണം എല്ലുപൊടി ഇട്ട് കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര സ്മെല്ലായിരിക്കും. അപ്പോൾ ആ ഒരു എല്ലുപൊടിയുടെ ഒരു റോ സ്മെല്ലുണ്ടല്ലോ, ആ സ്മെല്ല് കാരണം കീടങ്ങളും പിന്നെ ഇതുപോലുള്ള പട്ടി, പൂച്ച പോലെയുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ട് ഈ മണ്ണ് കോതി ആകെ വൃത്തികേടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇങ്ങനെ എല്ലുപൊടി ഇടുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വേപ്പും പിണ്ണാക്കും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ശല്യം കുറഞ്ഞു കിട്ടും. പിന്നെ എല്ലുപൊടി മണ്ണായിട്ട് ചേരാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ടൈം എടുക്കും. ആ എല്ലുപൊടിയുടെ ഒരു എഫക്റ്റ് ആ മണ്ണിന് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു 40 ദിവസമൊക്കെ എടുക്കും എന്നാണ് പറയുന്നത്. കുറഞ്ഞതാണ് കേട്ടോ, കുറഞ്ഞത് ഒരു 40 ദിവസമൊക്കെ എടുക്കും. അപ്പം നമ്മളൊരു മണ്ണ് തയ്യാറാക്കിയിട്ട് അതിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു ഗ്രോത്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചാണകപ്പൊടിയും അല്ലാത്ത വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ എല്ലുപൊടി ഇട്ടിട്ടുണ്ടല്ലോ എന്ന് കരുതിയിട്ട് അതിന് വേറെ വളങ്ങൾ കൊടുക്കാതിരിക്കട്ടെ. കാരണം അത് മണ്ണിൽ പിടിച്ച് കിട്ടാനായിട്ട് കുറച്ചൊരു സമയം എടുക്കും. എല്ലുപൊടിയുടെ ഒരു എഫക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ചധികം ടൈം എടുക്കും. അപ്പം നിങ്ങൾ
മണ്ണ് തയ്യാറാക്കിയതിന് ശേഷം നിങ്ങൾ പെട്ടെന്ന് തന്നെ ചെടി നടാതിരിക്കുക. ഒരു 10 ദിവസമോ 20 ദിവസമോ അതങ്ങനെ തന്നെ വയ്ക്കുക. അത് ഒരു വലിയ ചാക്കിലോ അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ കവറുകളിലൊക്കെ ആക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുക. എന്നിട്ട് ഇത് നനച്ച് കൊടുക്കുക. 1-2 പ്രാവശ്യം നമ്മൾ, അതായത് ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യമൊക്കെ ആയിട്ടൊന്ന് നനച്ച് കൊടുക്കുക. അപ്പം എന്താ വെച്ചാൽ ഇതിലിട്ട കരിയിലകളൊക്കെ പെട്ടെന്ന് തന്നെ ചീഞ്ഞ് ഈ മണ്ണുമായിട്ട് നല്ല പോലെ ഒന്ന് മിക്സായി കിട്ടും. അപ്പോൾ ഇവിടെ മക്കളാണ് ഗ്രോ ബാഗിൽ ഇത് നിറയ്ക്കുന്നത്. പിന്നെ ഈ ഒരു കവറിന് കുറഞ്ഞ പൈസയേ വരുന്നുള്ളൂ. അതായത് 20 രൂപയ്ക്ക് 20 കവറിന് 50 രൂപ അത്രയും കണ്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള കവറുകളും മേടിക്കാൻ കിട്ടും. പിന്നെ നമുക്ക് വലിയ ഗ്രോ ബാഗുകൾ വാങ്ങിക്കാൻ കിട്ടും. അത് 10 രൂപ മുതൽ മേലോട്ടുള്ള റേറ്റാണ് അതിന് വരുന്നത്. അപ്പോൾ നമ്മൾ 2 രീതിയിലുള്ള കവറും ഇവിടെ എടുത്തിട്ടുണ്ട്. ഇവിടെ കുഞ്ഞു മക്കളാണ് ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും വീട്ടിൽ ഇങ്ങനെ കൃഷി സംബന്ധമായിട്ട് എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൽ കുട്ടികളെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യിക്കാറുണ്ട്. കാരണം അവർക്കും കൃഷിയോടൊക്കെ ചെറിയൊരു ഇൻട്രസ്റ്റ് വരാൻ വേണ്ടി കൊണ്ടാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവരെ കൊണ്ടുവന്ന് ചെയ്യിക്കുന്നത് കേട്ടോ. ഇതെൻ്റെ ചെറിയ മോനാണ് കേട്ടോ, മോനൂസാണിത്. അപ്പോൾ മോനൂസിന് നല്ല ഇഷ്ടമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ ചെടികളൊക്കെ നനയ്ക്കുമ്പോഴും അല്ലെങ്കിൽ ചെടികൾ നടുമ്പോഴും ഒക്കെ അവനെയും കൂടെ കൂട്ടും. അപ്പോൾ അവനും ചെറിയ ചെടികളൊക്കെ നടാനും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ അവനും ഇപ്പോൾ എവിടെയും പോയി കഴിഞ്ഞാൽ ചെറിയ ചില പൂക്കളും അതും ഇതൊക്കെ കാണുമ്പോൾ അവനിങ്ങനെ പറയും, ആ ചെടി പറിക്കട്ടെ, നമുക്ക് നടാം, അങ്ങനെയൊക്കെ പറയും കേട്ടോ. കാരണം അത് ഒരു ഇൻട്രസ്റ്റ് ആണ് കുട്ടികൾക്ക്. അപ്പോൾ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നമ്മളെ കുട്ടികളെ കൂടെ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. പിന്നെ നമ്മൾ മണ്ണൊന്ന് സെറ്റായതിന് ശേഷം വിത്തുകൾ നടുമ്പോൾ ഒരു 8 മണിക്കൂറെങ്കിലും വിത്തുകളൊന്ന് കുതിർത്ത് വെക്കുക. അതിന് ശേഷം നമ്മൾ മണ്ണിലോട്ട് നട്ട് കൊടുത്താൽ മതി. അപ്പോൾ വിത്തുകൾ പെട്ടെന്ന് മുളച്ച് കിട്ടും. അപ്പോൾ വെണ്ടയ്ക്കൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒരു ഗ്രോ ബാഗിൽ തന്നെ 5-6 തൈകളൊക്കെ ആക്കി എടുത്തിട്ട് തൈകൾ പിന്നെ മാറ്റി നട്ട് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് ഒരു ഗ്രോ ബാഗിൽ ഒരു വിത്ത് എന്നുള്ള രീതിയിലും നട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ കൃഷികളും അത് ചെയ്യുന്ന രീതികളും ഒക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ മഴക്കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു 2 കൃഷിയാണ് വെണ്ടയ്ക്ക കൃഷിയും വഴുതനങ്ങ കൃഷിയും. കാരണം അതിൽ അത്ര പെട്ടെന്ന് അങ്ങനെ കീടങ്ങൾ വന്ന് ആക്രമിക്കില്ല. പിന്നെ പുഴുക്കൾ വരുന്നുണ്ടോ എന്നുള്ള കാര്യം മാത്രം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ പുഴുക്കളൊക്കെ പോകുന്നതിന് ചാരമൊക്കെ ഇട്ട്, അതായത് ഇലകളിലൊക്കെ ചെറിയ രീതിയിൽ ചാരം ചെറിയ രീതിയിലൊന്ന് പൂശിക്കൊടുത്തിട്ട് പുഴുക്കളിൽ നിന്നും സംരക്ഷിക്കാനൊക്കെ പറ്റും. പിന്നെ നമുക്കിഷ്ടമുള്ള വളങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കൊടുത്ത് ചെടികളെ വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ വെണ്ടയ്ക്കൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മഴയുടെ മുമ്പേ തന്നെ അതിനുവേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വെണ്ടയ്ക്ക കായ്കളൊക്കെ ആയി തുടങ്ങിയിട്ടോ. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ മഴക്കാലത്തും അത് ചെയ്ത് തുടങ്ങാം. അപ്പോൾ പെട്ടെന്നൊന്നും അങ്ങനെ കീടങ്ങളൊന്നും വരില്ല. പുഴുക്കളാണ് അത്യാവശ്യം വരുന്നത്. ആ പുഴുക്കളെ നമുക്ക് ഒന്നുകിൽ ചെറുനാരങ്ങയുടെ തൊലി ഒരു ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് കുറച്ച് അതൊന്ന് കുതിർന്ന് വരുമല്ലോ, ഒരു 24 മണിക്കൂർ കഴിയുമ്പോഴേക്കും അതൊന്ന് നല്ലോണം കുതിർന്ന് വരും. അപ്പോൾ അതിൽ കുറച്ച് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഇലകളിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പുഴുക്കളുടെ ശല്യമൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. പിന്നെ മുട്ടത്തോട്, ചായയുടെ ചണ്ടി, ഇതെല്ലാം നമുക്ക് വളങ്ങളായിട്ട് യൂസ് ചെയ്ത് കൊടുക്കാം. മുട്ടയുടെ തോട് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒച്ചിൻ്റെ ശല്യം നല്ലപോലെ കുറഞ്ഞു കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ, അസ്സലാമു അലൈക്കും.